സുർമച്ചയും സേസ് ഹു ഈസ് ഐശ്വര്യലക്ഷ്മി. നിങ്ങൾ വിചാരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയെന്നോ അതോ എനിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയെന്നോ? അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാനിപ്പം ഒരാഴ്ചയായിട്ട് ഒരു പുതിയ ഭാഷ പഠിക്കാൻ തുടങ്ങി, ഫ്രഞ്ച്. അപ്പോൾ ഞാനിതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ സല്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹായ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ബൈവന്യൂ സുർമച്ചി എന്ന് വെച്ചാൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആൻഡ് സേസ് ഹു ഈസ് ഐശ്വര്യലക്ഷ്മി എന്ന് വെച്ചാൽ ഐ ആം ഐശ്വര്യലക്ഷ്മി. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഫ്രഞ്ചൊക്കെ? അപ്പം എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് കുറേ അധികം ലാംഗ്വേജസ് പഠിക്കാനൊക്കെ ഭയങ്കര ക്രേസായി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാലും ഫസ്റ്റ് തന്നെ ഫ്രഞ്ച് പഠിക്കാന്നുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പിന്നെ എൻ്റെ എല്ലാവർക്കും ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഡാൻസും അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ക്രിസ്പി ആൻഡ് സ്പൈസി റെസിപ്പിയുമായിട്ടാണ്, പൊട്ടേറ്റോ ടോഫി. അപ്പോൾ നമുക്കതിൻ്റെ മേക്കിങ്ങിലോട്ട് പോയാലോ? അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മൈദ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാനായിട്ടുള്ള ഐറ്റംസ് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ്, പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ, പിന്നെ കുറച്ച് മുളക്, ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില. മൈദ നമ്മൾ ഇതേപോലെ ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ ഓയിലും യൂസ് ചെയ്തിട്ട് ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലൊന്ന് കുഴച്ചെടുക്കുക. അപ്പം നമ്മളൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, പിന്നെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒനിയൻ ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒനിയൻ വാടിക്കിട്ടും. അപ്പോൾ അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒനിയൻ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പെരിഞ്ജീരകം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോഴത്തേക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇതിനകത്തോട്ട് കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മാഷ്ഡ് പൊട്ടറ്റോസും അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സിലോട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിതിപ്പം ചേർക്കുന്നില്ല. അപ്പം നമുക്കിതിനെയും തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഓരോ ബോൾസും ഇതേപോലെ ഓവൽ ഷേപ്പിൽ പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ നടുക്കായിട്ട് 2-3 കട്ടിങ്സ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ടോഫി ഷേപ്പിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് അതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ പൊട്ടേറ്റോ ടോഫി റെഡി ആയിട്ടുണ്ട്. വളരെയധികം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതിനെ വേറൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം.
ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇതിങ്ങനെ സോസിലൊക്കെ മുക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. സോസിലൊക്കെ മുക്കി കഴിക്കുമ്പോഴത്തേക്കും ആഹാ എന്ത് ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഒരു കാര്യം, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വിഷയമായിട്ട് വരുന്നവരെ ടാറ്റാ.